പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും എന്നാണ് റെയിൻ അലർട്ട്. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് മുന്നറിയിപ്പ്. കോഴിക്കോട് കക്കയം ഡാമിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോഴിക്കോട് നിന്ന് ദീപക് ധർമ്മടമാണ് ചേരുന്നത്. ദീപക്, വെരി ഗുഡ് മോർണിംഗ്. എന്താണ് ഇന്നത്തെ ഒരു റെയിൻ അലർട്ട്? അവിടെ മഴയുണ്ടോ? വെരി ഗുഡ് മോർണിംഗ് ആഷ്മി, ക്രിസ്റ്റീന. മഴ ഇപ്പോഴില്ല, പക്ഷേ മഴയുണ്ടാകുന്നതിൻ്റെ സൂചന മാനം നൽകുന്നുണ്ട്. കാരണം മാനം ഇരുണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 7:15 ഒന്ന് തെളിഞ്ഞിട്ടില്ല അന്തരീക്ഷം എന്നുള്ളതാണ് അവസ്ഥ. ഉരുണ്ടുകൂടി വരുന്നുമുണ്ട്. മാത്രമല്ല, ഈ റെയിൻ അലേർട്ടിൽ നേരത്തെ ആഷ്മി പറഞ്ഞതുപോലെ ഈ മലബാറിലാണ് മഴ സാധ്യത കൂടുതൽ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ വലിയ രീതിയിലുള്ള ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അത് ഇപ്പോൾ ശക്തമായ ന്യൂനമർദ്ദമാണ്. അത് അതിതീവ്ര ന്യൂനമർദ്ദമായി മാറും. അപ്പോൾ മഴയെ അത് വലിയ രീതിയിൽ സ്വാധീനിക്കും. ഇപ്പോൾ കണ്ണൂർ, കാസർഗോഡ് ജില്ലയിൽ മാത്രമാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. ബാക്കി കോഴിക്കോട് മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. പക്ഷേ എന്നാൽ അതേ സമയത്ത് തന്നെ കക്കയം ഡാമിൽ ഓറഞ്ച് അലർട്ടാണ്. കക്കയം ഡാമിൻ്റെ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്നു. ജാഗ്രതാ നിർദ്ദേശം ഇന്നലെ രാത്രി വൈകി നൽകി കഴിഞ്ഞിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ മലബാറിൽ ശക്തമായ മഴ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. അന്തരീക്ഷവും നൽകുന്ന സൂചന അതുതന്നെയാണ്. ഈ കണ്ണൂർ, കാസർഗോഡ് മാത്രമല്ല, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലും വയനാട് ജില്ലകളിലെല്ലാം തന്നെ മഴയുണ്ടാകുമെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. പക്ഷേ എന്നാൽ ഇപ്പോൾ കോഴിക്കോട് നഗരത്തിൽ മഴ പെയ്തു തുടങ്ങിയിട്ടില്ല. മാനം ഇരുണ്ടു വരുന്നുണ്ട്. മഴ ഏതാണ്ട് നമ്മുടെ ഈ മോർണിംഗ് ഷോയുടെ അവസാനമാകുമ്പോഴേക്കും ശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആഷ്മി, ക്രിസ്റ്റീന. അപ്പോൾ ഈ മഴ അവിടെ ഇവിടങ്ങളിലൊക്കെ മഴ പെയ്യുന്നുണ്ട് അല്ലേ? മഴ പെയ്യുന്നുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത എന്നാണ് പറയുന്നത്. അപ്പോൾ കൊടയെടുക്കാൻ മറക്കണ്ട. പാലക്കാട് ജില്ലയിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മദ്രസ, കിൻഡർഗാർട്ടൻ സ്കൂളുകൾക്ക്, കോളേജുകൾക്കും, പ്രൊഫഷണൽ കോളേജുകൾക്കും, റെസിഡൻഷ്യൽ സ്വഭാവമുള്ള റെസിഡൻഷ്യൽ സ്കൂളുകൾക്കും, നവോദയ വിദ്യാലയങ്ങൾക്കും അവധിയില്ല. കോളേജുകളിലെ പരീക്ഷ, അഭിമുഖങ്ങൾ ഇത് മുൻ നിശ്ചയിച്ചതുപോലെ നടക്കും. ഞങ്ങളെന്താ വിദ്യാർത്ഥികളല്ലേ എന്നൊരു ചോദ്യം. ഒരു കുറച്ചുകൂടെ പക്വതയൊക്കെ വന്നവരാണല്ലോ. ഞങ്ങൾ തവിട് കൊടുത്ത് പഠിച്ചാണോ? ചോദിച്ചോളൂ. പോട്ടെ.